നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നാം അന്വേഷിക്കേണ്ടത് തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടല്ല, പിന്നെ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ്. ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നത് എല്ലാവർക്കും താല്പര്യമാണ്. അതാണ് സുരക്ഷിതം എന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. ശക്തി അവർക്കായതിനാൽ ഒരു പരിധിവരെ അവർ കാര്യങ്ങൾ നടത്തുകയും ചെയ്യും. എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ ചിന്തകൾ അനുസരിച്ച് പോയതിനാൽ തകർന്ന രാഷ്ട്രങ്ങളും സമൂഹങ്ങളും സഭകളും ചരിത്രത്തിലേറെയാണ്. എപ്പോഴും ദൈവത്തിൻ്റെ ആലോചന അന്വേഷിച്ചിരുന്ന ദാവീദ് രാജാവ് ഒരിക്കലൊരു നല്ല കാര്യത്തിന് തീരുമാനമെടുക്കുവാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിന് പകരം തൻ്റെ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം തീരുമാനമെടുത്തു. അത് വലിയൊരു പരാജയത്തിനും ഒരു മനുഷ്യൻ്റെ മരണത്തിനും ഇടയാക്കി. നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കും, എന്നാൽ അതിന് തിരഞ്ഞെടുക്കുന്ന മാർഗം ദൈവഹിതപ്രകാരമല്ല എങ്കിൽ നികത്താനാകാത്ത നഷ്ടത്തിൽ നാം ചെന്ന് ചാടും. ദാവീദിൻ്റെ ജീവിതത്തിലെ ഈ സംഭവം തന്നെ നമുക്ക് ഒരുമിച്ചൊന്ന് പഠിക്കാം. ദിനവൃത്താന്ത പുസ്തകങ്ങൾ 1 ദിനവൃത്താന്തം 11-ാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ്. ആ ഭാഗം എടുത്താട്ട് 1 ദിനവൃത്താന്തം 12-ാം അധ്യായം. ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദിനെക്കുറിച്ച്, പ്രത്യേകിച്ച് 1 ദിനവൃത്താന്തത്തിൽ ദാവീദിനെക്കുറിച്ചാണ് നാം കാണുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. 11-ാം അധ്യായം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. ദാവീദിൻ്റെ വീരന്മാരെക്കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. ഇന്ന് 12-ാം അധ്യായവും പിന്നെ 13 മുതലുള്ള അധ്യായങ്ങളും നമുക്ക് കാണാവുന്നതാണ്. 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ദാവീദും നിയമപ്പെട്ടകവും എന്ന വിഷയമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഈ അധ്യായത്തിൽ നിന്നൊരു സംഭവം മാത്രമേ ഞാൻ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദാവീദ് ത്യജിക്കപ്പെട്ടിരുന്ന കാലത്ത് ഗാദ് ഗോത്രത്തിലെ ചില ആളുകൾ അവൻ്റെ അടുക്കൽ വന്ന് അവരെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 12-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇവർ ഗാദ്യരിൽ പടനായകന്മാരായിരുന്നു. അവരിൽ ചെറിയവൻ 100 പേർക്കും വലിയവൻ 1000 പേർക്കും മതിയായവൻ. അവർ 1-ാം മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്ന് താഴ്വര നിവാസികളെയൊക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു. ചില ബെന്യാമീന്യരും യഹൂദ്യരും ദുർഗത്തിൽ ദാവീദിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് അവരെ എതിരേറ്റ് ചെന്നു. അവരോട്, നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നു എങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. എൻ്റെ കയ്യിൽ അന്യായമൊന്നും ഇല്ലാതിരിക്കെ എൻ്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനെങ്കിലോ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 30 പേരിൽ തലവനായ അമാസായിയുടെ മേൽ ആത്മാവ് വന്നു. ദാവീദേ, ഞങ്ങൾ നിനക്കുള്ളവർ. ഇശായി പുത്ര, നിന്റെ പക്ഷക്കാർ തന്നെ. സമാധാനം, നിനക്ക് സമാധാനം. നിന്റെ തുണയാളികൾക്കും സമാധാനം. നിന്റെ ദൈവമല്ലോ നിന്നെ തുണയ്ക്കുന്നത് എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവരെ കൈക്കൊണ്ട് പടക്കൂട്ടത്തിന് തലവന്മാരാക്കി. ദാവീദിൻ്റെ അടുക്കൽ വന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് നാം വായിച്ചത്. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലത്ത് അവർ യോർദാൻ അക്കരെ നീന്തി കടക്കുമായിരുന്നു. ദാവീദ് അവരെ എതിരേറ്റ് ചെയ്യുന്നു. അവർ സ്നേഹിതരോ ശത്രുക്കളോ എന്ന് ദാവീദിന് അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങൾ എനിക്ക് ഉപദ്രവം ഉണ്ടാക്കുവാൻ വന്നിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്നാണ് വാസ്തവത്തിൽ ദാവീദ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇല്ല, ഞങ്ങൾ നിന്റെ പക്ഷത്തുള്ളവരാകുന്നു എന്നവർ പറഞ്ഞു. അവർ ദാവീദിൻ്റെ ഭാഗത്ത് നിന്ന് അവനെ സേവിക്കുന്നതിനും അവന് വേണ്ടി ജീവിക്കുന്നതിനും താല്പര്യമുള്ളവരായിരുന്നു. താങ്കൾക്കും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ. ഗാദ് ഗോത്രക്കാർ ദാവീദിനോട് പറയുന്നത് ഇതാണ്: ഞങ്ങൾ നിന്റെ ഭാഗത്ത് നിൽപ്പാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന്. ക്രിസ്തു തൻ്റെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും നമ്മെ യോർദാൻ്റെ മറുകര എത്തിച്ചിരിക്കുന്നു. അവൻ നമ്മെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ താങ്കൾ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് ഈ ലോകത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തു
തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ച് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. നാം ഇവിടെ ഇപ്പോഴാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. അതേ സുഹൃത്തെ, താങ്കൾക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ലഭിക്കുന്ന ഏക അവസരം ഇവിടെ ഈ ഭൂമിയിൽ മാത്രമാണ്. അതിനുവേണ്ടി താങ്കളെ തന്നെ ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. താങ്കൾക്ക് പെരുവെള്ളത്തിന്മീതെ നീന്തി കടക്കേണ്ടതായിട്ടുണ്ട്. അതെ, താങ്കൾക്ക് ചില വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ചിലവുള്ള കാര്യമാണ്. ദാവീദിനേക്കാൾ വലിയവനായ ഒരുവൻ്റെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ താങ്കൾ കടന്നു ചെന്ന് താങ്കളുടെ ജീവിതത്തെ പൂർണ്ണമായും അവന് സമർപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ ശുശ്രൂഷയിലായിരിക്കുന്നത് എത്ര ആനന്ദകരമായ കാര്യമാണെന്നറിയാം. 13-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ദാവീദും പെട്ടകവുമാണ് വിഷയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഭാഗത്ത് നിയമപ്പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനുള്ള ദാവീദിൻ്റെ ഒന്നാമത്തെ ശ്രമം ദൈവിക വീക്ഷണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ന്യായാധിപന്മാരുടെ കാലത്ത് പെട്ടകം ഫലസ്തീയർ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുപോയി എന്ന കാര്യം ഓർക്കുന്നുണ്ടല്ലോ. പെട്ടകം മൂലം അവർക്ക് അനവധിയായ പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ അതിനെ ഒരു പുതിയ വണ്ടിയിൽ വെച്ച്, ഫലസ്തീയർ ഒരു പുതിയ വണ്ടിയിൽ വെച്ച് ഇസ്രായേലിലേക്ക് മടക്കി അയച്ചതായി ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അന്നു മുതൽ ഈ സമയം വരെ പെട്ടകം അബീനാദാബിൻ്റെ കിര്യത്ത് യെയാരീമിലുള്ള വീട്ടിലാണ് ഇരുന്നത്. ഇപ്പോൾ പെട്ടകം തൻ്റെ ആസ്ഥാനമായി യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നതിന് ദാവീദ് ഒരു ശ്രമം നടത്തുന്നു. ദൈവം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ദാവീദ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നു എന്നത് ദൈവം ഏറ്റവും അധികം അവനെ അഭിനന്ദിച്ച ഒരു കാര്യമായിരുന്നു. എന്നാൽ ദാവീദ് ഇപ്പോൾ തെറ്റായ രീതിയിലാണ് തുടങ്ങിയത് എന്ന് നാം കാണുന്നത് അത്രേ. 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിക്കേ. ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം, ദാവീദ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പുതിയ രാജാവാണ്. അവൻ സിംഹാസനത്തിൽ കയറിയപ്പോൾ അവന് നല്ല ചില പരിപാടികളുണ്ടായിരുന്നു. അവൻ നല്ല ദർശനമുള്ള ആളായിരുന്നു. പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരണമെന്ന് ദാവീദ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദാവീദ് എല്ലാ നായകന്മാരോടും ആലോചന കഴിച്ചു. ഈ മനുഷ്യരോടെല്ലാം ആലോചന ചോദിച്ചതിൽ ദാവീദിന് തെറ്റുപറ്റി എന്നാണ് ഞാൻ കരുതുന്നത്. ദൈവം ദാവീദിന് നിർദ്ദേശങ്ങളും നടത്തിപ്പും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാനുഷികമായ ആലോചന അവന് ആവശ്യമില്ലായിരുന്നു. ഇന്ന് സഭകളിലും ആധ്യാത്മിക മണ്ഡലങ്ങളിലും ഇതേ പ്രശ്നം നമുക്ക് കാണുവാൻ കഴിയും. ആത്മീയമായി ഒരു തീരുമാനമെടുക്കുവാൻ കഴിവില്ലാത്ത അനേകം ആളുകൾ ബോർഡുകളിലും കമ്മിറ്റികളിലും തീരുമാനം കൈക്കൊള്ളുകയും ആലോചന നടത്തുകയും ചെയ്യുന്നു. പലപ്പോഴും അവരുടെ തെറ്റായ തീരുമാനങ്ങൾ ക്രിസ്തീയ സാക്ഷ്യത്തെ ഹനിക്കുന്നതാകുന്നു എന്ന് പറയാതെ തരമില്ല. ഈ നായകന്മാരോടെല്ലാം ആലോചന ചോദിച്ചത് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കാര്യമായിരുന്നു. അവരുടെ എല്ലാവരുടെയും വാക്കുകൾ കേൾക്ക മൂലം ദാവീദ് വലിയ കുഴപ്പത്തിലാകുകയാണ് ഉണ്ടായത്. അതെ, ദാവീദിന് പറ്റിയൊരാമളി. 2-3 വാക്യങ്ങൾ നോക്കിക്കേ. ഇസ്രായേലിൻ്റെ സർവ്വസഭയോടും പറഞ്ഞത്, നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നുവെങ്കിൽ നാം ഇസ്രായേൽ ദേശത്തെല്ലായിടവുമുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറങ്ങളുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടേണ്ടതിന് എല്ലായിടവും ആളയക്കുക. നമ്മുടെ ദൈവത്തിൻ്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൗലിൻ്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ഇവിടെ ശൗലിൻ്റെ കാലത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം ലഭിക്കുന്നു. അക്കാലത്ത് കൂടാരത്തിലെ ദൈവിക ആരാധന പൂർണ്ണമായി അവഗണിച്ച് കളഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി സമാഗമന കൂടാരത്തിൻ്റെ നടത്തിപ്പുകാരെല്ലാം ചിതറിപ്പോയിരുന്നു. ലേവ്യർ ചിതറിപ്പോയി. പെട്ടകം കൊണ്ടുവരുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നു എന്ന വർത്തമാനം ദേശം മുഴുവൻ ഇപ്പോൾ അറിയിച്ചു. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവ്വസഭയും പറഞ്ഞു. തീരുമാനം ഐക്യകണ്ഠേനയുള്ളതായിരുന്നു. പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരണം എന്നത് അവരുടെ എല്ലാം ആഗ്രഹമായിരുന്നു. അതെ, ദൈവത്തെ ആരാധിക്കുവാനുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ ഈ താല്പര്യം എല്ലായ്പ്പോഴുമുണ്ട്. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇങ്ങനെ ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം കിര്യത്ത് യെയാരീമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് മിസ്രൈമിലെ ശീഹോർ തുടങ്ങി ഹാമാത്ത് പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തി.
പെട്ടകം കിര്യത്ത് യെയാരീമിലേക്ക് കൊണ്ടുപോയതിനെക്കുറിച്ചുള്ള വിവരം 1 ശമൂവേൽ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിക്ത അനുഭവം ഉണ്ടായതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ചെയ്തത്. 6-ാം വാക്യത്തിൽ കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന യഹോവയായ ദൈവത്തിൻ്റെ തിരുനാമം വിളിക്കപ്പെടുന്ന പെട്ടകം കൊണ്ടുവരേണ്ടതിന് ദാവീദും ഇസ്രായേലൊക്കെയും യഹൂദയോട് ചേർന്ന് കിര്യത്ത് യെയാരീം എന്ന ബയലയിൽ ചെന്നു. വാസ്തവത്തിൽ ദൈവം പെട്ടകത്തിലോ കെരൂബുകളുടെ മധ്യത്തിലോ വസിക്കുന്നില്ല. എന്നാൽ ഇസ്രായേൽ ജനവുമായി ദൈവം കണ്ടുമുട്ടുന്നതിന് നിർദ്ദേശിച്ചിരുന്ന സ്ഥാനം അതായിരുന്നു. അവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് അവർ ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. ഒരു നല്ല കാര്യം തെറ്റായ രീതിയിൽ ചെയ്യുന്നതായി കാണുവാൻ കഴിയും. പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരിക എന്നത് ശരിയായിരുന്നു. എന്നാൽ അത് കൊണ്ടുവന്ന രീതി തെറ്റിപ്പോയി. 7-ാം വാക്യത്തിൽ അവർ ദൈവത്തിൻ്റെ പെട്ടകം അബീനാദാബിൻ്റെ വീട്ടിൽ നിന്നെടുത്തൊരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസയും അഹിയോവും വണ്ടി തെളിച്ചു. നിയമപ്പെട്ടകം കൊണ്ട് നടക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ദൈവം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോകാം, എന്നാൽ പെട്ടകം വണ്ടിയിൽ കൊണ്ടുപോകുവാൻ അനുവദിച്ചിരുന്നില്ല. ഇത് ദാവീദിന് ശരിക്കും അറിയാമായിരുന്ന കാര്യമായിരുന്നു. ദൈവം മോശയോട് പറഞ്ഞിരുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിന് 15-ാം വാക്യം. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹ്റോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരവും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടി തീർന്ന ശേഷം കെഹാത്യർ ചുമപ്പാൻ വരേണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തുടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്യരുടെ ചുമട് ഇവ തന്നെ. പെട്ടകം ഒരിക്കലും വണ്ടിയിൽ കൊണ്ടുപോകുവാൻ അനുവദിച്ചിരുന്നില്ല. കെഹാത്തിൻ്റെ പുത്രന്മാരുടെ തോളിൽ അത് ചുമന്നു കൊണ്ടുപോകണമായിരുന്നു. എന്താണ് കാരണമെന്നറിയാമോ? പെട്ടകം കർത്താവായ യേശുക്രിസ്തുവിനെയാണ് കുറിക്കുന്നത്. അവനെ ഇന്നും വഹിച്ചു കൊണ്ടുപോകേണ്ട വ്യക്തികളാണ് അവനെ അറിഞ്ഞവർ, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട നാം ഓരോരുത്തരും. എന്നാൽ പ്രയാസം കുറഞ്ഞ രീതിയിൽ അതിനെ ചെയ്യുവാൻ അധികം ആളുകളും ഇന്ന് താല്പര്യപ്പെടുന്നു എന്നത് എത്രയോ വിചിത്രമാണ്. അതേ സുഹൃത്തെ, ദൈവവചനം ലോകത്തിന് നൽകുന്നതിന് പ്രയത്നം ആവശ്യമാണ്, അതിന് പണം ആവശ്യമുണ്ട്, അതിന് പരിശ്രമം ആവശ്യമാണ്. അത് ഒരു വണ്ടിയിൽ വയ്ക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നാം അത് വഹിച്ചേ മതിയാകൂ. ഓരോ വ്യക്തിയും അവനവൻ്റെ ചുമട് ചുമക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ചുമൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ എന്ന്. ഓരോരുത്തൻ ചുമൽ കൊടുക്കണമെന്നർത്ഥം. വേറെ വിധത്തിൽ പറഞ്ഞാൽ നാം എല്ലാവരും ലോകത്തിന് ദൈവവചനം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ചുമൽ കൊടുക്കേണ്ടതാകുന്നു. സുവിശേഷം തൻ്റെ മക്കളിൽ കൂടി മറ്റുള്ളവർക്ക് ലഭിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വേറെ ഒരു മാർഗം ദൈവം അതിനായിട്ട് ആവിഷ്കരിച്ചിട്ടില്ല എന്ന വസ്തുത മറന്നു പോകരുത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. എട്ടാം വാക്യത്തിൽ ദാവീദും എല്ലാ ഇസ്രായേലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നീ വാദ്യങ്ങൾ ആഘോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്തു. ദാവീദ് ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു എന്നറിയാമല്ലോ. അത് സന്തോഷത്തിൻ്റെ അവസരമായിരുന്നു. എന്നാൽ ആ സന്തോഷം പെട്ടെന്ന് തടസ്സപ്പെട്ടതായി കാണുന്നു. 9-10 വാക്യങ്ങൾ. അവർ കീദോൻ കളത്തിന് സമീപമെത്തിയപ്പോൾ കാള വിരളുക കൊണ്ട് ഉസ്സ പെട്ടകം പിടിപ്പാൻ കൈനീട്ടി. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ തൻ്റെ കൈ പെട്ടകത്തിങ്കിലേക്ക് നീട്ടിയത് കൊണ്ട് അവനെ ബാധിച്ചു. അവൻ അവിടെ ദൈവസന്നിധിയിൽ മരിച്ചുപോയി. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്? അവർ തെറ്റായ രീതിയിൽ അത് ചെയ്തതുകൊണ്ട് തന്നെ. ശരിയായ സാക്ഷ്യമല്ല അവർ കൊടുത്തത്. എന്നാൽ ഇത് വളരെ കഠിനമായ കാര്യമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഒരു വ്യക്തി തൻ്റെ കൈ പെട്ടകത്തിന്മേൽ വെച്ചതേ ഉള്ളൂ. പെട്ടകം വണ്ടിയിൽ
വയ്ക്കരുതായിരുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. എന്ന് മാത്രമല്ല, പെട്ടകത്തിന് മാർഗദർശകം കൊടുക്കുവാൻ ഉസയെ ദൈവത്തിന് ആവശ്യമില്ലായിരുന്നു. ഇന്നും അനേകർ ഇതുപോലെ കർത്താവിൻ്റെ വേലയിൽ കൈവെക്കുന്നവരുണ്ട്. അവർ കർത്താവിൻ്റെ വേലയിൽ ഇടപെടുന്നു, എന്നാൽ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യുവാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഫലമായി അനുഗ്രഹം ലഭിക്കുന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ശാപമാണ്. അതുപോലെ പെട്ടകത്തിൻ്റെ കാര്യത്തിൽ അതിൽ ഇടപെട്ട മനുഷ്യനെ ദൈവം നീക്കിക്കളയുന്നു. 11-ാം വാക്യത്തിൽ യഹോവ ഉസയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന് പേർ വിളിച്ചു. ഈ കാര്യത്തിൽ നമ്മെപ്പോലെ തന്നെ ദാവീദിന് അനിഷ്ടമുണ്ടായി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. 12-ാം വാക്യം ഇത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. ഞാൻ ദൈവത്തിൻ്റെ പെട്ടകം എങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടു എന്ന് പറഞ്ഞു. അതേ സുഹൃത്തെ, ദൈവത്തിൻ്റെ വേല നമ്മുടേതായ രീതിയിൽ ചെയ്യുവാൻ നാം എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നാം പരാജയപ്പെടുമ്പോൾ ദൈവത്തെയാണ് നാം കുറ്റം പറയാറുള്ളത്. എങ്ങനെയാണ് ഞാനിത് ചെയ്യേണ്ടത് എന്ന് നാം ചോദിക്കാറുണ്ട്. ദൈവത്തിൻ്റെ രീതിയിൽ ആകുന്നു നാം അവിടുത്തെ വേല ചെയ്യേണ്ടത്. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. രീതി അവൻ തൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാവീദിന് അവസാനം ചെയ്യേണ്ടി വന്നത് അത് തന്നെയാണ്. 13-14 വാക്യങ്ങളിൽ അങ്ങനെ ദാവീദ് പെട്ടകം തൻ്റെ അടുക്കൽ ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്യനായ ഓബേദ് ഏദോമിൻ്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ് ഏദോമിൻ്റെ കുടുംബത്തോടുകൂടെ 3 മാസം അവൻ്റെ വീട്ടിലിരുന്നു. യഹോവ ഓബേദ് ഏദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. പെട്ടകം ഈ പ്രാവശ്യം യെരൂശലേമിലേക്ക് കൊണ്ടുവന്നില്ല. പെട്ടകം ഇരിക്കുന്ന ആ ഭവനത്തെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നു. എന്നാൽ ദാവീദ് തൻ്റെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിക്കുന്നതായിട്ട് നമുക്കിനി കാണുവാൻ കഴിയും. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ദാവീദിനെ ഐശ്വര്യത്തിലേക്ക് നടത്തുന്നതായും അവൻ്റെ ഖ്യാതി ഭൂമിയിലെല്ലാം വ്യാപിക്കുന്നതായും നാം കാണുന്നു. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സോർ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുക്കൽ ദൂതന്മാരെയും അവന് ഒരു അരമന പണിയേണ്ടതിന് ദേവദാരുക്കളെയും കൽപ്പണിക്കാരെയും ആശാരിമാരെയും അയച്ചു. ദാവീദും ഹീരാമും അടുത്ത സ്നേഹിതരായിരുന്നു. ഹീരാം ദാവീദിനെ സ്നേഹിച്ചിരുന്നു. ദാവീദിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ അവൻ്റെ അരമന പണിയുന്നതിൽ അവനെ സഹായിപ്പാൻ ഹീരാം തയ്യാറാകുന്നതായിട്ട് അത്ര ഇവിടെ കാണുന്നത്. 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം യഹോവയുടെ ജനമായ ഇസ്രായേൽ നിമിത്തം തൻ്റെ രാജ്യത്വം ഉന്നതി പ്രാപിച്ചതിനാൽ തന്നെ യഹോവ ഇസ്രായേലിന് രാജാവായി സ്ഥിരപ്പെടുത്തിയെന്ന് ദാവീദിന് മനസ്സിലായി. ദാവീദ് യെരൂശലേമിൽ വെച്ച് വേറെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു. വളരെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ദൈവം അല്ലേ ഇത് അനുവദിച്ചത് എന്ന് ഒരുപക്ഷെ താങ്കൾ പറഞ്ഞേക്കാം. അതെ, കൂടുതൽ ഭാര്യമാരെ എടുക്കുവാൻ ദൈവം ദാവീദിനെ അനുവദിച്ചു. എന്നാൽ ദൈവം അത് അംഗീകരിച്ചില്ല. വാസ്തവത്തിൽ ദൈവം ദാവീദിനെ ശിക്ഷിക്കുന്നതിന് ഇത് കാരണമായി തീരും എന്ന് മാത്രമല്ല, അവൻ്റെ ശിഷ്ടായുസ് മുഴുവൻ ദുഃഖത്തിനും സങ്കടത്തിനും കാരണമായി തീരുന്നതത്രേ. അവൻ ചെയ്തത് തെറ്റായിരുന്നു. ഇക്കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ദൈവം അത് അംഗീകരിച്ചിരുന്നു എന്നർത്ഥമാക്കരുത്. എന്നാണ് വാസ്തവത്തിൽ സംഭവിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഇത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചരിത്രപരമായ രേഖയാണ്. മുൻപോട്ട് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനോഭാവം ഈ കാര്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് ഒളിച്ചോടി പാർത്തിരുന്ന സമയം ഒരിക്കൽ ഫെലിസ്ത്യർ വിചാരിച്ചു ദാവീദ് അവരുടെ ആളായി തീർന്നിരിക്കുന്നു എന്ന്. 1 ശമൂവേൽ 27-ാം അധ്യായത്തിൽ. എന്നാൽ ഇപ്പോൾ അവൻ തൻ്റെ ആളുകളുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയും അവരുടെ രാജാവായി തീരുകയും ചെയ്തതോടെ ഫെലിസ്ത്യർ ദാവീദിനെ പിടിപ്പാൻ ശ്രമിക്കുന്നതായിട്ട് നാം കാണുന്നു. അതാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഫെലിസ്ത്യർ വന്ന് രഫായീം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ, അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, പുറപ്പെടുക, ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നരുളി ചെയ്തു. അങ്ങനെ അവർ ബാൽ പെരാസീമിൽ ചെന്ന് അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ ദൈവം എൻ്റെ ശത്രുക്കളെ എൻ്റെ കയ്യാൽ തകർത്ത് കളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽ പെരാസീം എന്ന് പേർ പറഞ്ഞു വരുന്നു. ഇവിടെ ഫെലിസ്ത്യരുടെ മേൽ ദാവീദിന് ലഭിച്ച ഒരു വലിയ വിജയമായിരുന്നു നാം കാണുന്നത്. ഇസ്രായേൽക്കാർക്ക് ഫെലിസ്ത്യരുടെ മേൽ അധികം ജയം ലഭിച്ചിരുന്നില്ല എന്ന കാര്യം മറക്കരുത്. 13-14 വാക്യങ്ങളിൽ ഫെലിസ്ത്യർ പിന്നെയും താഴ്വരയിൽ വരന്നു.
ദാവീദ് പിന്നെയും ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട് അവരുടെ പിന്നാലെ ചെല്ലാതെ അവരെ വിട്ടുതിരിഞ്ഞ് ബാഖാവൃക്ഷങ്ങൾക്കെതിരെ അവരുടെ നേരെ ചെല്ലുക. ദാവീദിന് വേണമെങ്കിൽ ഇപ്രകാരം പറയാമായിരുന്നു, ഫെലിസ്ത്യർ ഇതാ വീണ്ടും എന്നോട് യുദ്ധം ചെയ്യുവാൻ വന്നിരിക്കുന്നു ദൈവമേ, നേരത്തെ ഞാൻ അവരെ തോൽപ്പിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും ഞാൻ അവർക്കെതിരായി പുറപ്പെടും എന്ന്. ദാവീദ് അങ്ങനെ ചെയ്തില്ല. അവൻ ദൈവത്തോട് വീണ്ടും അരുളപ്പാട് ചോദിക്കുകയാണ് ചെയ്തത്. ദൈവം ദാവീദിനോട് ഫെലിസ്ത്യരുടെ പിന്നാലെ പോകരുതെന്ന് കൽപ്പിച്ചു. പിൻവാങ്ങിപ്പോരുക, ഫെലിസ്ത്യരെ ബാഖാവൃക്ഷങ്ങൾക്കരികെ വരാൻ അനുവദിക്കുക എന്ന് ദൈവം പറഞ്ഞു. അവിടെ ദാവീദിന് നല്ല അവസരം ലഭിക്കുന്നത്രേ. കർത്താവിനെ പരീക്ഷിക്കുന്ന അനേകം വിശ്വാസികളുണ്ട്. അവർ അവനെ വിശ്വസിക്കുകയില്ല, പരീക്ഷിക്കും. ശുദ്ധമായ സാമാന്യ ബുദ്ധി ഉപയോഗിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ചില നിഗമനങ്ങളെ വിശ്വാസമായി കരുതുന്നവരുണ്ട്. തങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അപ്രകാരം ചെയ്യണമെന്ന് ദൈവം ഒരിക്കൽ പോലും അവരോട് നിർദ്ദേശിച്ചിരിക്കുകയില്ല. ദൈവത്തിൻ്റെ നടത്തിപ്പിനു വേണ്ടി നാം കാത്തിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസം എന്ന് പറയപ്പെടുന്നതൊക്കെയും വാസ്തവത്തിൽ വിശ്വാസമല്ല. വഴിമധ്യത്തിൽ അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്നത് നാം കാണും. നാം കർത്താവിനെ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകളും നടത്തിപ്പും അനുസരിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യം ഉറപ്പാക്കേണ്ടതത്രേ. ചിലപ്പോൾ നാം പോയി യുദ്ധം ചെയ്യേണ്ടതുണ്ട്, ചിലപ്പോൾ പിന്തിരിയേണ്ടതായി വരും. ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നാം പ്രവർത്തിപ്പാൻ തയ്യാറാകണം. അപ്പോൾ അനുഗ്രഹം ലഭിക്കും. 15-ാം വാക്യം, ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക. ഫെലിസ്ത്യരുടെ സൈന്യത്തെ തോൽപ്പിപ്പാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്നരുളി ചെയ്തു. അതേ സുഹൃത്തെ, ചില സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളും ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന സമയം വരെ കാത്തിരിക്കേണ്ടതായി വരും. വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്നത് ചിലപ്പോൾ വിശ്വാസമേ ആയിരിക്കുകയില്ല, ചില ചിന്താഗതി മാത്രമായിരിക്കും. ദൈവത്തെ വിശ്വസിക്കുന്നതിന് പകരം നാം അവനെ പരീക്ഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതെ, ബാഖാവൃക്ഷങ്ങൾക്ക് മുകളിൽ ആ ആരവം കേൾക്കുന്നത് വരെ, അതായത് ദൈവം അടയാളം കാട്ടുന്നത് വരെ നാം കാത്തിരിക്കേണ്ടത് ആവശ്യമായി വരും. 16-ഉം 17-ഉം വാക്യങ്ങളിൽ വായിക്കുന്നത്, ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. അവർ ഗിബിയോൻ മുതൽ ഗേസർ വരെ ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ചു. ദാവീദിൻ്റെ കീർത്തി സകല ദേശങ്ങളിലും പരക്കുകയും യഹോവ അവനെയുള്ള ഭയം സർവ്വജാതികൾക്കും വരുത്തുകയും ചെയ്തു. ദാവീദ് ലോക നേതാക്കന്മാരിൽ ശ്രേഷ്ഠനായ ഒരാളായിരുന്നു എന്ന് ഞാൻ പറയുവാൻ കാരണം ഇതാണ്. അതെ, ആ കാലത്തെ ശ്രേഷ്ഠ ലോകരാജ്യങ്ങളിൽ ഒന്നായിരുന്നു ദാവീദിൻ്റെ സാമ്രാജ്യം. ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. അധികം ആരും അറിയാത്ത കൊച്ചു രാജ്യം ഒരു വലിയ ലോകശക്തിയായി തീർന്നു. ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെ, 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ തന്നെ ഇസ്രായേലിന് രാജാവായി സ്ഥിരപ്പെടുത്തി എന്ന് ദാവീദിന് മനസ്സിലായി. 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദാവീദിനെക്കുറിച്ചുള്ള ഭയം ദൈവം സർവ്വജാതികൾക്കും വരുത്തുകയും ചെയ്തു എന്നത്രേ. ദാവീദിനെ ലോകശക്തിയാക്കി തീർത്തത് തൻ്റെ കഴിവുകളല്ല, ദൈവമാണ്. ദൈവമാണ് അവനെ അപ്രകാരം ഉയർത്തിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം മുമ്പ് ചിന്തിച്ചതുപോലെ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ദാവീദും പെട്ടകവും എന്ന വിഷയം പ്രതിപാദിച്ചിരിക്കുന്നത് കാണുന്നു. അതായത് താൻ തിരഞ്ഞെടുത്ത സ്ഥലമായ യെരുശലേമിലേക്ക് പെട്ടകം കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവേദന ലഭിക്കുന്ന അനുഗ്രഹം, ദൈവദൃഷ്ടിയിൽ ഏത് കാര്യമാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് കാണുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ദൈവം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? തൻ്റെ ജനത്തിൻ്റെ ആരാധനയിലാണ് ദൈവത്തിന് താല്പര്യം. ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധനയുടെ കേന്ദ്രമായിരുന്നു നിയമപ്പെട്ടം. അതിലാണ് ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നത്. പലപ്പോഴും നാം നീങ്ങിപ്പോകുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ടല്ലേ? അതെ, ദൈവം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും ആവശ്യമായ വസ്തുതയത്രേ. സമാഗമന കൂടാരത്തിന് എന്ത് സംഭവിച്ചു എന്നതും ഒരു ചോദ്യമാണ്. അത് പഴകി ഉപയോഗശൂന്യമായി തീർന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ അത് ഒരു കൂടാരം മാത്രമായിരുന്നു, കൂടുതലും തുണി കൊണ്ട് നിർമ്മിച്ചത്. അതിൻ്റെ സ്വർണവും അതിലെ പിച്ചളയും വെള്ളി കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഫെലിസ്ത്യർ എടുത്തുകൊണ്ട് പോയിരിക്കാനിടയുണ്ട്. പെട്ടകമൊഴിച്ച് ബാക്കി സമാഗമന കൂടാരത്തിന് എന്ത് സംഭവിച്ചു എന്നതിന് യാതൊരു രേഖയും കാണുവാൻ കഴിയുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പെട്ടകമായിരുന്നു. കാരണം
പെട്ടകത്തിന് മീതെയുള്ള കൃപാസനത്തിൽ വെച്ചാണ് ദൈവം ഇസ്രായേൽ ജനത്തെ കണ്ടുമുട്ടിയിരുന്നത്. എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിങ്കിൽ നിന്ന് കരുണ പ്രാപിക്കാനായി ഒരു സ്ഥാനമുണ്ടായിരിക്കുക എന്നുള്ളതത്രേ. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണ ആവശ്യമാകുന്നു. ദൈവം തൻ്റെ കരുണ നമ്മോട് കാട്ടുവാൻ ഇന്ന് തയ്യാറായിരിക്കുന്നു. കാരണം അവന് നമുക്ക് വേണ്ടി ഒരു കൃപാസനമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിനും മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ 1 ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. പ്രായശ്ചിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം കൃപാസനം എന്നാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് കൃപാസനമാകുന്നു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം എടുക്കുന്ന തീരുമാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ് ഏറെ നല്ലത്. അത് തിരിച്ചറിയുവാൻ നമുക്ക് ദൈവകൃപ ആവശ്യമാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ അനുഗ്രഹീതമായിട്ടുള്ള വിധത്തിൽ അറിയുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവഹിതം അറിയുവാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? അതിനായിട്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം തൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ.